സൂപ്പർ കിങ്സിനെ 10 റൺസിന് മുട്ടുകുത്തിച്ച് സൺറൈസ് ഹൈദരാബാദ് തങ്ങളുടെ ഫോം വീണ്ടെടുത്തിരിക്കുന്നു. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരേപോലെ മികവ് പുലർത്തിയ ആതിഥേയർ വിക്കറ്റുകൾ വീഴുമ്പോഴും തളരാതെ പോരാടിയത് ഹൈദരാബാദിന് അർഹിച്ച വിജയമാണ് സമ്മാനിച്ചത്. ടോസ് ഭാഗ്യം CSKയെ കടാക്ഷിച്ചെങ്കിലും ബാറ്റിംഗിന് അയക്കപ്പെട്ട ഹൈദരാബാദ് ക്യാമ്പിൽ ഭയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല. മറിച്ച് ക്രീസിലെത്തിയ ഓപ്പണർമാർ ആക്രമിച്ച് കളിക്കാനാണ് തീരുമാനിച്ചത്. അഭിഷേക് ശർമ്മയും ഡ്രാവിഡ് ഹെഡും ചേർന്നുള്ള ഓപ്പണിംഗ് ജോഡി പവർ പ്ലേ ഓവറുകളിൽ റൺമഴ തന്നെ പെയ്യിച്ചു. CSKയുടെ പേസ് ബൗളർമാരെ സ്റ്റേഡിയത്തിന്റെ നാനാഭാഗത്തേക്കും പായിച്ചുകൊണ്ട് അവർ സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് ഉതിർത്ത വെടിയുണ്ടകൾ ചെന്നൈയുടെ ഫീൽഡർമാരെ നിഷ്പ്രഭമാക്കി. പവർ പ്ലേ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ 75 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. എന്നാൽ ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ മുകേഷ് ചൗധരിക്ക് കഴിഞ്ഞത് CSKക്ക് വലിയ ആശ്വാസമായി. ഡ്രാവിഡ് ഹെഡിനെ മുകേഷ് ചൗധരി പുറത്താക്കിയതോടെയാണ് മത്സരത്തിൽ വഴിത്തിരിവുകൾ ആരംഭിച്ചത്. 20 പന്തിൽ 23 റൺസ് എടുത്ത ഹെഡ് അത്ര വലിയ സ്കോർ നേടിയില്ലെങ്കിൽ പോലും അഭിഷേകിന് മികച്ച പിന്തുണ നൽകിയിരുന്നു. തൊട്ടടുത്ത പന്തിൽ തന്നെ CSK ആരാധകർ ആവേശഭരിതമായി. മുംബൈയുടെ തോൽവികൾക്ക് കാരണക്കാരെന്ന് മുദ്ര കുത്തപ്പെട്ട താരങ്ങളുടെ നിരയിലേക്ക് ഇടം പിടിച്ച ഹൈദരാബാദ് ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ ഗോൾഡൻ ഡെക്കായി മടങ്ങിയത് ആരാധകരെ അമ്പരിപ്പിച്ചു. അഭിഷേക് ശർമ്മ തന്റെ വെടിക്കെട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. 22 പന്തിൽ 59 റൺസ് എടുത്ത അഭിഷേകിനെ ജാമി ഓവർട്ടൺ മടക്കി. സഞ്ജുവിന്റെ നീക്കം മത്സരഗതി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചുവെന്ന് മികവ് പുലർത്തി. മധ്യനിരയിൽ തകർച്ച നേരിട്ട ഹൈദരാബാദിനെ ഹെൻറിച്ച് കാസ്റ്റിൻ എന്ന പോരാളിയാണ് താങ്ങി നിർത്തിയത്. ഒരു വശത്ത് സഹതാരങ്ങൾ ഓരോന്നായി കൂടാരം കയറുമ്പോഴും ക്ലാസൻ തന്റെ വീര്യം ചെല്ലും തേരാതെ ബാറ്റ് വീശി. 39 പന്തിൽ 59 റൺസ് എടുത്ത ക്ലാസന്റെ ഇന്നിംഗ്സാണ് ഹൈദരാബാദിനെ ഭേദപ്പെട്ട നിലയിൽ എത്തിച്ചത്. അൻഷുൽ കംബോജിന്റെ പന്തിൽ ക്ലാസൻ പുറത്തായതോടെയാണ് ഹൈദരാബാദിന്റെ സ്കോർ നിയന്ത്രിക്കാൻ CSKക്ക് സാധിച്ചത്. ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ലിയാം ലിവിങ്സ്റ്റനെ ടീം മാനേജ്മെന്റ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 5 പന്തിൽ വെറും 1 റൺസ് മാത്രമെടുത്ത് താരം പുറത്തായത് ടീമിന് നിരാശയായി. ജാമി ഓവർട്ടന്റെ മാരകമായ ബൗളിംഗ് സ്പെല്ലിൽ ഹൈദരാബാദിന്റെ വാലറ്റം ചുരുണ്ടുകൂടി. ഒടുവിൽ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന സ്കോറിൽ ഹൈദരാബാദ് ഇന്നിംഗ്സ് അവസാനിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് തുടക്കത്തിലെ തിരിച്ചടിയേറ്റു. 3 പന്തിൽ 7 റൺസ് എടുത്ത സഞ്ജു സാംസൺ നിതീഷ് കുമാർ റെഡ്ഡിയുടെ പന്തിൽ മടങ്ങിയത് CSK ക്യാമ്പിൽ നിശബ്ദത പടർത്തി. പിന്നാലെ വന്ന ആയുഷ് മാത്രേ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. തന്റെ സ്വാഭാവിക ശൈലിയിൽ കളിക്കാൻ താരത്തിന് സാധിച്ചില്ല. 13 പന്തിൽ 30 റൺസുമായി താരം പൊരുതി വീണു. നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഫോമില്ലായ്മ ഈ മത്സരത്തിലും ചെന്നൈയെ വേട്ടയാടി. 13 പന്തിൽ 19 റൺസ് എടുത്ത് താരം പുറത്തായതോടെ CSKയുടെ മധ്യനിര സമ്മർദ്ദത്തിലായി. സർഫറാസ് ഖാൻ നങ്കൂരമിട്ട് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ഹൈദരാബാദ് ബൗളർമാരുടെ കൃത്യതയാർന്ന പന്തുകൾക്ക് മുമ്പിൽ 25 റൺസിന് പുറത്തായി. ഇതോടെ വിജയലക്ഷ്യം ചെന്നൈയിൽ നിന്ന് അകന്നു തുടങ്ങി. ഡെവാൾഡ് ബ്രവിസ് എന്ന ബേബി എബിയെ CSK ഏറെ പ്രതീക്ഷയോടെയാണ് കളത്തിലിറക്കിയത്. എന്നാൽ നേരിട്ട 4-ാം പന്തിൽ ഡെക്കായി താരം മടങ്ങിയത് വലിയ ആഘാതമായി. മാത്യു ഷോട്ട് ഒരു വശത്തിൽ 34 റൺസുമായി പൊരുതിയെങ്കിലും റൺ റേറ്റ് ഉയർത്താനുള്ള ശ്രമത്തിനിടെ പുറത്തായി. ശിവൻ ദുബെ 21 റൺസ് നേടി കളം വിട്ടു. വിജയത്തിനടുത്തെത്തിക്കുമെന്ന് കരുതിയെങ്കിലും സലിൽ അറോറ ആ നീക്കം തടഞ്ഞു. നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ ചെന്നൈക്കായുള്ളൂ. 10 റൺസിന്റെ വിജയവുമായി ഹൈദരാബാദ് പോയിന്റ് ടേബിളിൽ കുതിക്കുകയാണ്. ബൗളിംഗ് വിഭാഗത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെയും സലിൽ അറോറയുടെയും പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി അവർ ചെന്നൈയുടെ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കി. ഹൈദരാബാദ് ക്യാപ്റ്റന്റെ തന്ത്രപരമായ നീക്കങ്ങളും ഗ്രൗണ്ടിലെ ഫീൽഡിംഗ് വിന്യാസവും വിജയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഈ തോൽവിയോടെ CSKയുടെ പോരായ്മകൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിലെ സ്ഥിരതയില്ലായ്മയും മധ്യനിരയിലെ തകർച്ചയും ടീമിന് വലിയ വെല്ലുവിളിയാണ്. മറുവശത്ത് അഭിഷേക് ശർമ്മയെപ്പോലുള്ള യുവതാരങ്ങളുടെ ഉദയം ഹൈദരാബാദിന് വരും മത്സരങ്ങളിൽ വലിയ ആത്മവിശ്വാസം നൽകും. സഞ്ജു സാംസന്റെ ബാറ്റിംഗിലെ പരാജയവും ഒരുപക്ഷെ വിക്കറ്റിന് പിന്നിലെ അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് മത്സരത്തിൽ ചർച്ചയായി. സ്കോർ ബോർഡിലെ 194 184 റൺസുകൾ സൂചിപ്പിക്കുന്നത് ബാറ്റിംഗും ബൗളിംഗും തമ്മിലുള്ള ഉഗ്രമായ പോരാട്ടത്തെയാണ്. തോൽവിയും വിജയവും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ മാറിമറിഞ്ഞ ഈ മത്സരത്തിൽ
ഒടുവിൽ വിജയം ഹൈദരാബാദിന് സ്വന്തമായി. CSK ആരാധകർക്ക് ഈ തോൽവി കൈപ്പേറിയതാണെങ്കിലും വരും മത്സരങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ തങ്ങളുടെ ടീമിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്തായാലും 2026 IPL സീസൺ അതിൻ്റെ പാതി വഴി പിന്നിടുമ്പോൾ കൂടുതൽ പോരാട്ടങ്ങൾ കടുക്കുമെന്ന് ഈ മത്സരം തെളിയിക്കുന്നു.